മോന്റെ മേക്കപ്പിന്റെ സെക്കൻഡ് ലുക്കാണിത്. ഇന്ന് വെയർ ചെയ്യുന്നത് സാരിയാണ്. ഇന്നത്തെ വാർത്ത എങ്ങനെ ഉണ്ടെന്ന് പറയണേ. സെക്കൻഡ് ലുക്ക് സാരി ആയതുകൊണ്ടേ ഞാൻ അവന് ബ്രൗൺ കളർ ലെൻസാണ് യൂസ് ചെയ്തത് കേട്ടോ. ഈ ലുക്കിന് ഞാൻ ഫസ്റ്റ് ഐ മേക്കപ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഐയുടെ മേലിൽ ഞാൻ കൺസീൽ ചെയ്തു, പൗഡർ ഫില്ല് ചെയ്തു, നല്ല നീറ്റൊരു ലുക്കിലാക്കിയെടുത്തു. കാരണം എന്താണെന്ന് പറയട്ടെ, ഇന്നലത്തെ ലുക്കിനെക്കാട്ടി ഒരു ചെറിയ സ്മോക്കി ഷെയ്ഡ് കൊടുത്ത് ചെയ്യാനാണ്, കുറച്ചുകൂടെ ഹെവി ആക്കി ഒരു ബ്രൈഡൽ ലുക്ക് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഹെവി കണ്ണിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതിയിൽ ചെയ്തത്. എന്നിട്ട് ചെറിയ ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ ആദ്യം ചെയ്തത്, പിന്നെ അത് ഡാർക്ക് ഷെയ്ഡിലോട്ട് കൊണ്ടുവരാൻ നോക്കി. കണ്ണിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു ബ്ലാക്ക് എന്ന് വെച്ചാൽ ഒരു സ്മോക്കി ആ സ്റ്റൈലാണ് ഞാൻ ഈ ഐ ലുക്കിന് ചെയ്തത് കേട്ടോ. മോയ്സ്ചറും പ്രൈമറും യൂസ് ചെയ്തതിന് ശേഷം, കറക്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഇലുമിനേറ്റർ യൂസ് ചെയ്തു അവൻ്റെ മുഖത്ത്. അത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത്, കാരണം നല്ല ഡ്രൈ സ്കിന്നാണ്, അത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഫൗണ്ടേഷനിലോട്ട് പോയത്. ഇന്നലെ ഞാൻ ഹുദായാണ് യൂസ് ചെയ്തത്, ഇന്ന് ഞാൻ നാർസ് ഫൗണ്ടേഷനാണ് എൻ്റെ മോൻ്റെ ഫേസിൽ ചെയ്തത്. നല്ലോണം അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കേട്ടോ. അൺഈവനായിട്ട് തോന്നാതിരിക്കാൻ നല്ല ഫിനിഷിങ്ങിൽ എടുത്തു. മേക്കപ്പ് സെറ്റ് ആവാൻ ഫാൻ യൂസ് ചെയ്തു. അതിനുശേഷം ഫേസ് നന്നായിട്ട് ലൂസ് പൗഡർ അപ്ലൈ ചെയ്തു, നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടി. പിന്നെ ലിപ് ലൈൻ ചെയ്തിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണ് ചെയ്തത്. നല്ലൊരു ഡാർക്ക് റെഡ് കളറാണ് ഞാൻ അവൻ്റെ ലിപ്പിന് കൊടുത്തത്. പിന്നെ ലാസ്റ്റായിട്ട് ബ്ലഷും ഹൈലൈറ്ററും കൊടുത്തു. ലാസ്റ്റ് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കംപ്ലൈൻറ്റുകളെല്ലാം മാറ്റി നീറ്റാക്കി. പിന്നെ സാരി ഡ്രൈപ്പ് ചെയ്യാൻ പോയി. ഞാൻ ചെറിയ ചെറിയ പ്ലേറ്റ് എടുത്ത്, ഞാൻ നേരത്തെ സാരി അയൺ ചെയ്ത് വെച്ചിരുന്നു, അതെടുത്ത് സെറ്റ് ചെയ്യേ വേണ്ടുമായിരുന്നു. നല്ല രീതിയിൽ സാരി ഉടുപ്പിക്കാൻ എനിക്ക് പറ്റി. നല്ല ബോഡി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ സൈഡ് നല്ലോണം ഒതുക്കിയാണ് ഞാൻ പിൻ ചെയ്തത്. എന്നിട്ട് ചെറിയ കുട്ടി കുട്ടി പ്ലേറ്റുകൾ ഞാൻ എടുത്ത് ആ സൈഡിൽ ഒരു സ്റ്റെപ്പ് പോലെ, എന്നിട്ട് എല്ലാവർക്കും ചെയ്യുന്നതിനെക്കാട്ടി 1-2 പിന്നെ ഞാൻ കൂട്ടിയാണ് ചെയ്തത്. കാരണം ഇവൻ ഉപയോഗിച്ച് ശീലമില്ലാത്തൊരു വസ്ത്രമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഉഡിയണം സെറ്റ് ചെയ്തു. നല്ലോണം പ്ലേറ്റ് അടുക്കി വെച്ചിട്ട് ടൈറ്റിനാണ് ഉഡിയണം സെറ്റ് ചെയ്തത്. പിന്നെ ഓർണമെൻറ്റ്സ് ആദ്യം കഴുത്ത് പറ്റ ഒരു ചോക്കറാണ് ഇട്ടത്. അതിനുശേഷം 2 ടെമ്പിൾ ലുക്ക് ലോങ് മാലകൾ അവന് വെയർ ചെയ്തായിരുന്നു. അവന് ഞാൻ കുപ്പികളെയാണ് വെയർ ചെയ്തത്, ഒരു ഗ്രീൻ കളറും ഗോൾഡൻ കളറും കൂടെ ചേർന്ന്. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ലാഷ് ഒട്ടിക്കാൻ മറന്നുപോയി. പിന്നെ എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് പിന്നെ ലാഷ് ഒട്ടിച്ചത്. അതിനുശേഷം വിഗ് സെറ്റ് ചെയ്തു. അടിയിലത്തെ ക്ലിപ്പെല്ലാം മുറുക്കി പിടിച്ച് ചെയ്തതിന് ശേഷം ഹെയർ ബാക്ക് കോമ്പിങ് ചെയ്ത്, ഇന്നലെ ഫസ്റ്റ് നമ്മുടെ ആ ലുക്കില്ലേ, ആ ലുക്കിൻ്റെ അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ എടുക്കാൻ ഞാൻ മാക്സിമം നോക്കി. അത് നന്നായിട്ട് അവന് ഇണങ്ങിയായിരുന്നു. എല്ലാവരും പറഞ്ഞു ആ ഹെയർ സ്റ്റൈൽ നന്നായിട്ട് ഇണങ്ങുന്നുണ്ടെന്ന്. അതേ രീതിയിൽ തന്നെ ഫ്രണ്ട് പോർഷൻ ഈ തവണയും ഞാൻ എടുക്കാൻ നോക്കി. ഈ വീഡിയോയുടെ കൂടെ എൻ്റെ മോൻ്റെ കുറച്ച് ഫോട്ടോസും പബ്ലിക് റിയാക്ഷനും ഇട്ടിട്ടുണ്ട്. നിങ്ങളിത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ. ഫാമിലിയൊക്കെ കണ്ടായിരുന്നു. ഇന്നലെ വീഡിയോസ് കുറേ വൈറലായിട്ടുണ്ട്. ആ സമയത്ത് ഒന്ന് തോന്നി മനസ്സിലായി കാണാൻ എന്തുകൊണ്ടാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അതെ